നമസ്കാരം, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ഇരിക്കുന്നു വിചാരിക്കണം. നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പാലപ്പവും സ്റ്റൂ ആണ് ഉള്ളത്. അപ്പോൾ ഞാൻ പാലപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള സ്റ്റൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു കുറുമക്കറി പോലെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉരുളക്കിഴങ്ങിൻ്റെ കളർ മാറാൻ തുടങ്ങി. ഇവിടെ ഗ്രീൻ പീസ് ആണ് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിരിക്കുന്നത്. ഒരു 4 വിസിലിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാലപ്പത്തിൻ്റെ മാവ് പൊന്തിയോ ഇല്ലേ എന്നൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങളൊക്കെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇവിടെ ഇച്ചിരി തണുപ്പുള്ള സ്ഥലമായ കാരണം കൊണ്ട് ഞാൻ ഓവനകത്താണ് ലൈറ്റ് ഇട്ട് വയ്ക്കുന്നത് കേട്ടോ. പാത്രം അതിപ്പോൾ ഇഡ്ഡലിയുടെ മാവാണെങ്കിലും അപ്പത്തിൻ്റെ മാവാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് വെക്കുക. അപ്പോൾ പെട്ടെന്ന് പൊളിച്ച് കിട്ടാറുണ്ട് കേട്ടോ. മാവൊക്കെ കണ്ടോ നന്നായിട്ട് പുളിച്ച് പതിഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി പേടിക്കാനൊന്നുമില്ല. പാലപ്പം നമുക്ക് ഉണ്ടാക്കുന്ന സമയമാകുമ്പോൾ ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പൊ ഞാൻ എന്താണെങ്കിലും കുറുമക്കറിയുടെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഞാനിവിടെ ഗ്രീൻ പീസ് കുക്കറിൽ വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഓവർ എക്സൈറ്റ്മെൻറ്റ് കാരണം കൊണ്ട് പാത്രം നേരെ പോയി പിടിക്കാൻ നോക്കി കൈയെല്ലാം അപ്പോൾ പൊള്ളിച്ചേനെ. അപ്പോൾ ഈ ഒരു പാത്രം വെക്കുന്നത് വെള്ളം പുറത്തേക്ക് ചാടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വിസിൽ വരുമ്പോൾ ഇവിടെ മുഴുവൻ കുളമാവും. കാണാൻ നല്ല മുത്തുമാലയുടെ മണികൾ പോലെ ഉണ്ടല്ലേ. കാണാനായി ഉള്ളൂ കേട്ടോ ഈ ലുക്ക്. അവൻ വെന്തിട്ടൊന്നുമില്ല, അതേപടി കിടക്കുകയാണ്. ഇനി 1 or 2 വിസിൽ വെക്കേണ്ടതായിട്ട് വരും. എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് ഈ വക ഐറ്റംസൊക്കെ നന്നായി വെന്താലേ അതിനൊരു രുചിയുള്ളതായിട്ട് തോന്നാറുള്ളൂ. ആ ചോറായിട്ട് അങ്ങ് കുഴഞ്ഞ പരുവത്തിൽ കഴിക്കാൻ എനിക്ക് അതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസിനെ അവിടെ വേവാൻ വെച്ചു. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത പരിപാടി എന്താണെന്ന് അറിയാമോ? നമുക്ക് കുറുമ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോഴത്തേക്കും എന്താ പുക വരാൻ തുടങ്ങി. അപ്പോൾ പട്ടാ, ഗ്രാമ്പ്, ഏലക്കായൊക്കെ ഇട്ട് കൊടുത്ത് ഒരു സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. ചൂടെടുത്തിട്ടായിരിക്കില്ലേ ഈ സവാള കുട്ടന്മാർ ഈ കിടക്കുന്നത്. അവർക്കൊരു കൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കിടന്ന് അങ്ങ് പൊരിയട്ടെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും നമുക്ക് ബീൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഇപ്പോൾ ഇത് 2 ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇത് 2 മാത്രമേ ഞാൻ ആഡ് ചെയ്തുള്ളൂ. വേണമെങ്കിൽ വേവുന്ന ആ ഒരു ഗ്രീൻ പീസിൽ നിന്ന് ഒരു പിടി ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഞാൻ വീണ്ടും കുക്കറിനെ കൂവാനായിട്ട് വെച്ചിട്ടുണ്ട്. കുക്കിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു കലയാണെന്ന് എല്ലാവരും പറയും. ചിലർക്കതൊരു കൊലയുമാണ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ലല്ലോ. പെണ്ണാണെന്നും വെച്ചിട്ട് എല്ലാ പണികളും ചെയ്യാൻ ഇഷ്ടപ്പെടണം എന്നൊന്നും നിയമമില്ല. ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടമാണ്. എന്നാൽ ഓവറായിട്ട് ചെയ്യുന്നത് ഇഷ്ടമല്ല. അങ്ങനെയുണ്ട്. അപ്പോൾ ശരത്തേട്ടന് ഒരു ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ ഞാൻ നല്ല പതഞ്ഞ് പൊങ്ങിയൊരു ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതോ അല്ലെങ്കിൽ നല്ല കടുപ്പത്തിലൊരു കട്ടനോ കുടിച്ചാൽ ശരത്തേട്ടൻ്റെ ഒരു ദിവസം നന്നായിട്ട് തുടങ്ങാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഈ ഓഫീസിലൊക്കെ ചെന്ന് ഒരു 100 കൂട്ടം ജോലികളും ഒരു 100 പേരെ മാനേജ് ചെയ്യാനൊക്കെ കാണുമ്പോഴത്തേക്കും അവർക്കൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് നല്ല മൂഡിൽ തുടങ്ങണമെന്ന് ആഗ്രഹം കാണും. അതുകൊണ്ടാണ് കേട്ടോ ഇഷ്ടമുള്ള കാര്യത്തോട് കൂടിയിട്ട് തുടങ്ങാനായിട്ട് ഞാനും കൂടി ഒരു ഹെൽപ്പ് ചെയ്യുന്നത്. കഥ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. കുറച്ച് തേങ്ങ വേണം. അതിലേക്ക് ഇച്ചിരി പെരിഞ്ജീരകവും 1 നുള്ളു ജീരകവും എരിവിനനുസരിച്ച് പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും 1 വെളുത്തുള്ളിയും കുറച്ച് മല്ലിപ്പൊടി ഇച്ചിരിക്കോളം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു കളറിന് വേണ്ടി മാത്രം ഒരു 4 or 5 കാഷ്യൂനട്ട് അതും കൂടി ആഡ് ചെയ്ത് കുറച്ച് വെള്ളം കൂട്ടി അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഒരു വെണ്ണക്കൽ ശില്പത്തെ തൊടുമ്പോൾ കിട്ടുന്ന ഒരു സ്മൂത്ത്നെസ് ഉണ്ടായിരിക്കില്ലേ, അതുപോലെ ഉണ്ടായിരിക്കണം. എന്നിട്ട് നേരെ നമ്മുടെ വെന്ത് വന്ന പച്ചക്കറികളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാവരെയും തമ്മിൽ കൂട്ടുകാരാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തും കൂടി കൊടുത്തേക്ക്. അതൊരു തിള വരുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂനട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല സ്വർണ്ണവർണ്ണ നിറത്തിലുള്ള മുന്തിരിയില്ലേ അതോ കുറച്ച് കറിവേപ്പിലയും കൂട്ടിയിട്ട് നല്ല നാടൻ നെയ്യിൽ അങ്ങ് വറുത്തെടുക്കണം. അത് നേരെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമ്മുടെ കറി നല്ല റിച്ച് ലുക്കും റിച്ച് ടേസ്റ്റും വന്നിട്ടുണ്ടായിരിക്കും.
ഇനി കുറച്ച് റിച്ച്നെസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ഇതിലേക്ക് തൂവിക്കൊടുത്ത് 2 കറിവേപ്പിലും പൊട്ടിച്ചിട്ട് കറിയുടെ പരിപാടി നമുക്ക് അവസാനിപ്പിക്കാം. എങ്ങനെയാണെങ്കിലും രുചി തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അപ്പത്തിൻ്റെ പരിപാടികൾ നോക്കാം. നമ്മുടെ വീട്ടിൽ അരച്ചതായതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിറയെ ഹോൾസൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി അപ്പം. കാണുമ്പോൾ വിചാരിക്കും എന്തൊരു പാടാ അരിയെല്ലാം അരച്ച് ഈ അപ്പം ഉണ്ടാക്കണ്ടേന്ന്. അല്ല കേട്ടോ, ഞാൻ അരിപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ അപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുള്ളതാണ്. ഇനി വേണമെന്നുള്ളവർക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടിയും കാണിച്ചു തരാം, പറഞ്ഞാൽ മതി കേട്ടോ. അപ്പം ഇനി അടുത്ത കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ചോറിൻ്റെ പരിപാടിയും കറികളൊക്കെ നോക്കണ്ടേ. അപ്പം അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പില ഇട്ട് പൊട്ടിച്ചു. അതിലേക്ക് കൂട്ടുകാരായിട്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സവാള കുട്ടനെയും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിനൊക്കെ ചേർത്ത് കൊടുത്തു. അപ്പോൾ അവരങ്ങ് കയറുന്ന് യോജിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. സത്യം പറയുകയാണെങ്കിൽ അപ്പത്തിന് വേണ്ടിയിട്ടും ഈ ഒരു കറി തന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പിന്നെ 2 വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി, എരിവുള്ള മുളക് പൊടി, കുറച്ച് ഗരം മസാല പൗഡർ, അതുപോലെ ഏതെങ്കിലും ഒരു മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇച്ചിരിക്കോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്തു. ഇത്തിരി മഞ്ഞൾപ്പൊടി ഞാൻ ആ വേവിക്കുന്ന ഗ്രീൻ പീസിൻ്റെ കൂട്ടത്തിലിട്ട കാരണം കൊണ്ട് ഇതിലേക്ക് പിന്നെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതിനിടയ്ക്ക് അപ്പത്തിൻ്റെ സൗന്ദര്യം ഒന്ന് വർണ്ണിക്കാമെന്ന് വെച്ചപ്പോഴത്തേക്കും പറഞ്ഞു വന്നപ്പോൾ നീളം കൂടിപ്പോയി. അപ്പത്തിനെ നിങ്ങൾ കണ്ടല്ലോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം 2 രീതിക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ മസാലയിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വേവിച്ച ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാവരും യോജിച്ചൊന്ന് തിളച്ച് വരണം. അപ്പം നല്ല സൂപ്പർ ഡ്യൂപ്പർ കറിയായി മാറും. വീണ്ടും ദേ അപ്പത്തിനെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. നല്ല സുന്ദരിയായിട്ടില്ലേ? അപ്പോൾ ആ പരിപാടിയും കൂടി തീർത്തിട്ട് ഞാൻ കുഞ്ഞുങ്ങളുടെ റൂമിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ റൂമിലെ ബെഡ്ഷീറ്റൊക്കെ മാറ്റുന്ന ദിവസമായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റുകയാണ്. ഇനിയിപ്പോൾ അവർ സ്കൂളിൽ പോയി ഒന്ന് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ളത് വിരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ രാവിലത്തെ അലക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടാണ് കേട്ടോ. അപ്പോൾ അലക്കുന്ന കൂട്ടത്തിൽ അതും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങ് മുഷിഞ്ഞ് മാറ്റി ആ ഒരു സ്ഥലത്ത് കുത്തി നിറച്ച് വെക്കേണ്ട കാര്യമില്ലല്ലോ. രാവിലെ തന്നെ ഞാൻ അങ്ങ് അലക്കാനിടും. ഇപ്പോൾ രാവിലെയാണ് വെയിലുള്ളത്. ചിലപ്പോഴൊക്കെ ഒരു ഉച്ചവരെ നേരമാകുമ്പോൾ മഴയുമായി മാറും കേട്ടോ. അതുകൊണ്ട് പകലാണ് ഏറ്റവും സേഫ്. അപ്പോഴത്തേക്കും നമ്മുടെ കറിയും കൂടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വേറെ പരിപാടിയൊന്നുമില്ല, ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തു. പിന്നെ കുട്ടികൾ ഭക്ഷണം കഴിച്ച് നേരെ സ്കൂളിലേക്ക് പോയി. ശരത്തേണ്ടാണ് ഇന്ന് അവരെ ഡ്രോപ്പ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് പോകണ്ടായിരുന്നു. ഇനിയാണ് ശരിക്കും എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ മക്കളെയൊക്കെ കണ്ട്, അതായത് എൻ്റെ ചെടി മക്കളെയൊക്കെ കണ്ട് തൊട്ടും തലോടി ഒന്ന് മേലേക്കൊക്കെ ഒന്ന് പോവും. രാവിലെ എണീറ്റ ഉടനെ ഇതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് സ്കൂളുള്ള കാരണം കൊണ്ട് ഇതൊന്നും നടക്കാറില്ല കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ ജോലിക്ക് വരുന്ന കുട്ടി ഇവിടെയൊക്കെ വൃത്തിയാക്കാറുണ്ട്. എന്നാലും അതുകൊണ്ടൊന്നും മതിയാവില്ല കേട്ടോ. ഞാനീ പറയുന്ന പോലെ എന്നും ചിലപ്പോൾ പ്രൂൺ ചെയ്യും, എന്നും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം ക്ലീൻ ചെയ്യും, ചിലപ്പോൾ റീപോർട്ടിങ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒത്തിരി വേസ്റ്റ് കാണും. പിന്നെ ഈ ഇലകളും പൂക്കളൊക്കെ നന്നായി കൊഴിയില്ലേ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ ഇതിവിടെ കാടായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് എൻ്റെ വക ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ ചിലപ്പോൾ എനിക്ക് കുറേ ചെടികളൊക്കെ പറിച്ച് കളയാനായിട്ടുണ്ടായിരിക്കും. കാരണം ഈ കേടൊക്കെ വന്നിട്ടേ ഇങ്ങനെ നിറച്ച് പൂച്ചയൊക്കെ വരും, വൈറ്റ് കളറിലുള്ള ബഗ്സൊക്കെ വരും. അപ്പോൾ അതിനൊക്കെ എടുത്ത് കളയണം. ഇതൊന്നും ഇപ്പോൾ നമ്മുടെ ജോലിക്ക് വരുന്ന ആളൊന്നും ചെയ്തു എന്ന് വരില്ലല്ലോ. പിന്നെ ഞാൻ ചെയ്യുന്ന അത്ര സ്നേഹത്തിൽ ഇവരോടൊക്കെ വേറെ ആരെങ്കിലും പെരുമാറുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് എൻ്റെ വക ഒരു ക്ലീനിങ് എപ്പോഴും ഉണ്ട്. ഈ കൂട്ടത്തിൽ ഡ്രൈ ആയിട്ടുള്ള ലീവ്സൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെക്കും. അത് ഈ റീപോർട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ ചെടിച്ചട്ടിയിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാത്ത വേസ്റ്റൊക്കെ ആയിരിക്കും ഇതുപോലെ ചാക്കിലാക്കി നമ്മുടെ കളയാനായിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് മറ്റൊരാളോട് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ചെയ്യിപ്പിക്കാനൊന്നും നടക്കുന്ന കാര്യമില്ല. അത് മാത്രമല്ല, അവർക്കിത് മാത്രമല്ലല്ലോ പണി, വേറെ വീടുകളിൽ ജോലിക്കൊക്കെ പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാര്യം നടക്കണമെങ്കിൽ നമ്മൾ തന്നെ പണിയെടുക്കണം. അങ്ങനെ അടിച്ചു വാരലും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് എല്ലാത്തിനെയും സെപ്പറേറ്റ് ആക്കി ഓരോരോ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെടി നനയ്ക്കലാണ് അടുത്ത പരിപാടി. നല്ല പൊരിവെയിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ മഴക്കാലമാണെന്നാണല്ലോ ഒരു വെപ്പ്. അപ്പോൾ അതുകൊണ്ട് നോക്കിയും കണ്ടും വെള്ളമൊഴിച്ച് കൊടുക്കണം. എല്ലാ ചെടികൾക്കും ഒത്തിരി വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം ഇപ്പം കാണില്ല. അവർക്ക് മഴ കിട്ടുന്നതുകൊണ്ട് ഒരു നേരം മഴ കിട്ടിയാൽ പോലും അവർക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ അവർക്ക് വലിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ വേണം വെള്ളമൊഴിച്ച് കൊടുക്കാൻ. ഇപ്പം എന്താണെങ്കിലും ഞാൻ അതിനനുസരിച്ച് മാത്രം ഇച്ചിരി എല്ലാവർക്കും ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മുടെ സുന്ദരിത്തോട്ടത്തിൽ ഇന്ന് പൂക്കളൊക്കെ കുറവാണ് കേട്ടോ. ഇന്ന് എന്നല്ല, ഈയിടെയായിട്ട് എല്ലാം അങ്ങനെ തന്നെയാണ്. ഇവർക്ക് വിരിയണമെന്നൊക്കെ ആഗ്രഹം തോന്നി അങ്ങ് വിരിഞ്ഞു വരുമ്പോഴത്തേക്കും
ആ മഴ കുശുമ്പി വന്ന് അങ്ങ് പെയ്ത് തീർക്കും. അതോടുകൂടി ഇവരെല്ലാം തളർന്ന് താഴേക്ക് വീണു പോകും. അതുകൊണ്ട് പൂക്കളുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ ഒറ്റ മഴയ്ക്ക് അങ്ങ് പൊഴിഞ്ഞു പോവുകയും ചെയ്യും. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ രാസവളമൊന്നും കൊടുക്കുന്നില്ല. അതായത് ഈ NPKയും DAPയുടെ ഒക്കെ കാര്യമാണ് ഈ പറയുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇവർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് വെള്ളം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിയെ അങ്ങ് നശിപ്പിച്ച് കളയും. അതായത് 2 മഴ അടുപ്പിച്ച് പെയ്ത ആ സമയത്ത് നമ്മൾ വളമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെടിക്ക് ദോഷമാണ്. ചെടി പെട്ടെന്ന് നശിച്ചു പോകാനുള്ളൊരു കാരണമായി മാറും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം വളമൊന്നും കൊടുക്കുന്നില്ല. വളം കൊടുത്ത ഇവരൊക്കെ പൂത്ത് പുഷ്പിച്ച് ഇവിടെയൊക്കെ വർണ്ണം വിതയ്ക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ നശിച്ച് കാണാൻ ആഗ്രഹമില്ലാത്ത കാരണം കൊണ്ട് ഞാനിപ്പം കൊടുക്കുന്നില്ല. മഴയൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ചെടി നനയ്ക്കലും കഴിഞ്ഞ് ആവശ്യത്തിന് കറിവേപ്പിലും പൊട്ടിച്ചെടുത്ത് ഞാൻ അങ്ങ് താഴേക്ക് പോന്നു കേട്ടോ. കാലത്തെ തിരക്കുകളൊക്കെ അവസാനിച്ച് തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ തന്നെ ഇരുന്ന് എൻ്റേതായിട്ടുള്ളൊരു സമയം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടോടുകൂടി ഞാൻ എനിക്ക് വേണ്ടി 2 അപ്പമൊക്കെ ഉണ്ടാക്കി ഹാളിലൊക്കെ വന്നിരുന്ന് കഴിക്കുകയാണ്. ശരത്തേട്ടനൊരു മൂലയ്ക്ക് ഇരിപ്പുണ്ട്. കുളിച്ചിട്ടില്ല, ജപിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോയിൽ വരാൻ ഓരോരോ കാരണങ്ങളുണ്ടായിരിക്കും. ഞാൻ പിന്നെ നിർബന്ധിക്കാനും പോകാറൊന്നുമില്ല. അപ്പോൾ എനിക്ക് മാത്രമല്ല കേട്ടോ, ശരത്തേട്ടനും കൂടി ഞാൻ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. എന്നാലും ശരത്തേട്ടൻ ഉള്ളത് എനിക്ക് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ തനിച്ച് കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് എന്ന് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത് കേട്ടോ. തന്നെയാണെങ്കിലും എനിക്ക് വലിയ കൂസലൊന്നും ഇല്ലാത്ത ആളാണെന്ന് ചുരുക്കം. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞു. അതിനിടയ്ക്ക് കുറച്ച് നേരം TVയും കണ്ടു. ഒന്ന് റിലാക്സ്ഡ് ആയി കഴിഞ്ഞ് അടുത്ത സെറ്റ് ഓഫ് പണിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. ഇനിയൊരു കറിയും കൂടി നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ ചട്ടിയാണ് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ പാത്രമൊക്കെ കഴുകി തരാൻ എനിക്കിവിടെ സഹായി ഉണ്ടെങ്കിലും അവരോട് ഒരു മനുഷ്യപറ്റൊക്കെ വേണ്ടേ. ഇങ്ങനെ 100 കണക്കിന് പാത്രം എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇതൊരു മടുപ്പായി മാറില്ലേ. ഞാൻ എന്നെ തന്നെയാണ് അവരിലൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് പറ്റാവുന്ന അത്ര ഉപയോഗിച്ച പാത്രം തന്നെ വീണ്ടും എടുത്ത് ഉപയോഗിക്കാനായിട്ട് നോക്കും. ഞാൻ ചൂടാക്കല്ലേ വേണ്ട പൊടികൾ എന്ന് വിചാരിച്ച് ആ പാത്രം തന്നെ അങ്ങ് കഴുകിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, നല്ല ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതൊരു 2 ടേബിൾ സ്പൂൺ അങ്ങനെയൊക്കെ ചേർക്കും. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ നിങ്ങൾക്ക് നല്ല കളർ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. എന്നിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അത് ചൂടായിട്ട് വരുമ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്കായ, തക്കോലം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നല്ല കറിവേപ്പില ഞാനിപ്പോൾ തന്നെ മേലെ നിന്ന് പൊട്ടിച്ചുകൊണ്ട് വന്നതാണ്. എന്താ അവൻ്റെ ഒരു വലിപ്പം എന്ന് നോക്കിക്കേ. നല്ല നാടൻ കറിവേപ്പില. ഗ്രോ ബാഗിനകത്താണ് ഞാൻ വളർത്തുന്നത് കേട്ടോ. പക്ഷേ സൈസ് നോക്കിക്കേ. അപ്പോൾ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തു. പിന്നെ കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ള 2 or 3 സവാള നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കുക. ഈ സവാളയ്ക്ക് പകരം ചെറിയുള്ളി ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അത്രയും ക്ഷമ എനിക്കില്ലാത്ത കാരണം കൊണ്ട് ഞാൻ സവാള എടുത്തു. നിങ്ങൾക്ക് നേരമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറിയുള്ളി നന്നാക്കി ഈ ഇത്രയും ക്വാണ്ടിറ്റി തന്നെ എടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു സ്പൂണോ 2 സ്പൂണോ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. പിന്നെ പുളിയില്ലാത്ത നല്ല ഒന്നാന്തരം തക്കാളി 2 എടുത്ത് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇത് കറിക്ക് കുറച്ചുകൂടി തിക്നെസ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എന്നിട്ട് അതിൻ്റെ പച്ചച്ചവ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി, നല്ല കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി കോളം കാശ്മീരി ചില്ലി പൗഡർ, അതേപോലെ ഗരം മസാല പൗഡർ 1 സ്പൂൺ. പിന്നെ നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ച മല്ലി, മുളകും ആ ഐറ്റംസ് ഇല്ലേ അതിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കണം. തീ നന്നായി കുറച്ച് വയ്ക്കുക. ഒരുപാട് അങ്ങ് പുകയുന്ന പോലെയൊക്കെ തോന്നുന്നെങ്കിൽ ഇച്ചിരി കുളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതേപോലെ ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് വഴറ്റിയാൽ മതി കേട്ടോ. ഈ ഒരു മസാലയും കൂടി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോട്ട് എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം, നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും പിന്നെ ഇപ്പോൾ നമ്മളുണ്ടാക്കിയ മസാലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. വേണമെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നല്ലപോലെ ചാറൊക്കെ ഇറങ്ങി നിങ്ങൾക്ക് പാകത്തിന് എങ്ങനെയാണോ ആ ഒരു പരുവത്തിനായിട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കതിലേക്ക് കറിവേപ്പില, മല്ലിയില ചോപ്പ് ചെയ്തതും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. ലാസ്റ്റ് മിനിറ്റിൽ ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പെപ്പർ പൗഡർ, അതേപോലെ തന്നെ വേണമെങ്കിൽ കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അടച്ച് വെക്കണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി റെഡിയാവും.
ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും മട്ടൻ ആണെങ്കിലും ഒക്കെ ഒന്നല്ലെങ്കിൽ മോര് കാച്ചിയത്, അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ പച്ചമോര്, ഇതിലേതെങ്കിലും ഒന്ന് പിക്കുവിനും ശരത്തേട്ടനൊക്കെ നിർബന്ധമാണ് കേട്ടോ. അത് മാത്രമല്ല ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഒഴിച്ച് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാനൊക്കെ ആയിട്ട്. ഈ മോരുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഞാൻ ആദ്യം കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒരു കഷ്ണം ഇഞ്ചി കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു മിക്സിയിൽ. അതിന് ശേഷമാണ് തൈരും ഉപ്പും ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തത് കേട്ടോ. അങ്ങനെയാണ് പച്ചമോര് ഉണ്ടാക്കിയത്. പിന്നെ ഒരു ഭംഗിക്ക് 2 പപ്പടം കൂടി കാച്ചി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ മോരൊഴിച്ചതും അതേപോലെ തന്നെ ചിക്കൻ കറിയും കൂട്ടി ഒരു പിടി പിടിച്ച് ലഞ്ച് അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ അതാ ഉഗ്രൻ മഴ. എന്തായാലും നല്ല മഴ പിടിച്ചു. പുറത്തിറങ്ങിയിട്ട് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനായിട്ടില്ല, എവിടേക്കും പോകാനുമില്ല. എന്നാൽ പിന്നെ ഇന്ന് ഫ്രിഡ്ജ് അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാ കണ്ടോ, അത്യാവശ്യം അഴുക്കൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ചെയ്യാറില്ലായിരുന്നു. അത്രയ്ക്ക് വൃത്തിയുടെ എന്നൊന്നും പറയാനൊന്നുമില്ല. എന്നാലും എനിക്ക് എന്തോ ഒരു മാസത്തിൽ കൂടുതലൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും കേട്ടോ. എന്നാൽ പിന്നെ അതൊന്ന് ക്ലീൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സാധാരണ വെള്ളം എടുത്തേക്കുന്നത്, അതിലേക്ക് വിനീഗറും അതേപോലെ തന്നെ നമ്മുടെ ഡിഷ് വാഷ് ഇല്ലേ അതും ഒരു തുള്ളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് റോസ് വാട്ടർ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ ക്ലീനിങ് ലിക്വിഡ് എന്ന് പറയുന്നത് കേട്ടോ. ഒത്തിരി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡയൊക്കെ ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് അങ്ങനെയും ക്ലീൻ ചെയ്യാം. എനിക്കിപ്പോൾ അത്രയും വൃത്തികേടില്ലാത്ത കാരണം കൊണ്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുന്ന കാരണം കൊണ്ടും ബാഡ് സ്മെല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സൊല്യൂഷൻ മതി. അത് കൂടുതലായിട്ട് അഴുക്കൊക്കെ ഉള്ളവരാണെങ്കിലാണ് ബേക്കിംഗ് സോഡ അതൊക്കെ യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ. പിന്നെ കിടന്ന് ഉരച്ച് പറിച്ച് അങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം, നമുക്കങ്ങനെ പ്രശ്നം വരുന്നില്ല. എൻ്റെ വീട്ടിലെ ഹെൽപ്പർ വരുന്ന നേരമായിരുന്നു. ആ ചേച്ചി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പാത്രങ്ങളൊക്കെ എനിക്ക് കഴുകി തരുന്നതൊക്കെ ഈ ഒരു ഉച്ച സമയം വരെയുള്ളതൊക്കെ കഴുകി തരുന്ന ആ ചേച്ചിയാണ്. അപ്പോൾ അവരതൊക്കെ കഴുകി പിന്നെ അടിച്ചു വാരി തുടയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അങ്ങോട്ടേക്ക് പോയി. അവർ ഈ കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടുത്തെ ക്ലീനിങ് കഴിക്കണമെന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർക്കും ബുദ്ധിമുട്ടായി പോവില്ലേ. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ഫ്രീസറിൻ്റെ ഭാഗമാണ് ക്ലീൻ ചെയ്തിട്ട് എടുത്തത് കേട്ടോ. അത് കഴിഞ്ഞ് അതിനകത്ത് വെച്ചിരുന്ന സാധനങ്ങളൊക്കെ തിരിച്ചകത്തേക്ക് തന്നെ വെച്ചു. ചക്ക അമ്മ വരട്ടി എനിക്ക് ഈ പ്രാവശ്യം തന്നയച്ചത് ഞാനത് തൊട്ടിട്ട് പോലും ഇല്ല കേട്ടോ. അത് പിന്നെ കേടാവാത്ത സാധനമായ കാരണം കൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറച്ച് ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് അതിലേക്ക് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസങ്ങളിൽ. അതേപോലെ പാലിൻ്റെ പാട കളക്ട് ചെയ്യുന്ന പാത്രം ഇതൊക്കെയാണ് അതിനകത്തുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് ഫ്രോസൺ ഐറ്റംസും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്ത് അകത്തേക്ക് വെച്ചു. പിന്നെയാണ് താഴത്തെ ഭാഗം ഞാൻ ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് പെറുക്കി വെച്ചത് കേട്ടോ. ഫ്രിഡ്ജ് താഴത്ത് തുറന്നപ്പോൾ അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അതൊക്കെ ആവശ്യമുള്ളതാണ് ആവശ്യമില്ലാത്തതാണ് എന്നൊക്കെ മാറ്റി മറിച്ചൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. ഇത്രയും സ്പേസ് കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതത്രയും അഴുക്കാണ് എൻ്റെ ഫ്രിഡ്ജിനകത്തുള്ളത്. മെയിനായിട്ട് ആ മുട്ട വയ്ക്കുന്ന ഭാഗത്താണ് എന്തോ ഒരു പോയി കിടക്കുന്ന പോലെ എനിക്ക് തോന്നി. ബാക്കി എവിടെയൊന്നും വലിയ പ്രശ്നമുള്ളതായിട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ പച്ചക്കറി വയ്ക്കുന്ന ആ ഒരു താഴെ ഭാഗമല്ലേ, അവിടെയും കുറച്ച് പൊടി പോലെ എന്താണ്ടൊക്കെ കിടക്കുന്നുണ്ട്. ചിലപ്പോൾ പച്ചക്കറി എന്നൊക്കെ വീണിട്ടുള്ളതായിരിക്കാം. അപ്പോൾ ഞാൻ മേലെ നിന്നാണ് എപ്പോഴും ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ 2 തുണി ഉണ്ടായിരിക്കും. ഒന്ന് ഡ്രൈ ആയിട്ടുള്ളതും ഒന്ന് ഞാൻ ഉണ്ടാക്കിയ ലിക്വിഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ 2 എണ്ണമാണ് ഞാൻ മാറി മാറി ഉപയോഗിക്കുക. ഒരെണ്ണം വെച്ച് തുടയ്ക്കും, അതിൻ്റെ വെള്ളം അതിൽ നനവ് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് പിന്നെ തുടച്ചെടുക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു സൊല്യൂഷൻ വെച്ച് തുടയ്ക്കുമ്പോൾ നന്നായിട്ട് നീറ്റ് ആവുകയും ചെയ്യും. നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ല് നമ്മുടെ ഫ്രിഡ്ജിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇനി സപ്പോസ് നിങ്ങളുടെ ഫ്രിഡ്ജിനകത്ത് ഒരുപാട് മത്സ്യമാംസം അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്ന് വെച്ചോ. കുറേ പേരൊക്കെ അങ്ങനെ ചെയ്യുമല്ലോ, ഒത്തിരി നാളത്തേക്കൊക്കെ ഉപയോഗിക്കാനുള്ളതൊക്കെ ആക്കി വയ്ക്കുന്നവരും ഉണ്ടായിരിക്കും. അങ്ങനെയാകുമ്പോൾ ചെറിയൊരു ബാഡ് സ്മെല്ലൊക്കെ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് വരും. അങ്ങനെയൊക്കെ ഉള്ള ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ നമ്മൾ ആ സമയത്ത് ഒരു പാത്രത്തിനകത്ത് കുറച്ച് കാപ്പിപ്പൊടി, അത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആക്കിയിട്ട് 2-3 സ്ഥലങ്ങളിൽ നമുക്ക് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് അത് വെക്കാം. ഇതൊക്കെ ബാഡ് സ്മെല്ല് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായം ഒത്തിരി നാളത്തേക്കുള്ള ഒരുപാട് മത്സ്യമാംസങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോഴത്തേക്ക് വാങ്ങിച്ച് വെക്കുന്നതായിരിക്കും ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരുപാട് കറികളൊക്കെ വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന പരിപാടി എനിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ അന്നത്തെ മാക്സിമം പോയി തൊട്ടടുത്ത ദിവസം കഴിക്കുക. അതിനപ്പുറത്തേക്കൊന്നും നമുക്ക് ഉണ്ടാവില്ല. അതിനുള്ള ക്വാണ്ടിറ്റി ഞാൻ ഉണ്ടാക്കാറുമില്ല. അത് കാരണം കൊണ്ട് ഫ്രിഡ്ജിനകത്ത് ഫുഡ് ഐറ്റംസ് ഒത്തിരി ബാലൻസ് ഉള്ളത് കുറവായിരിക്കും.
കൂടുതലും വെജിറ്റബിൾസും ഫ്രൂട്ട്സും അല്ലെങ്കിൽ വല്ല അച്ചാർ അങ്ങനത്തെയൊക്കെയാണ് എൻ്റെ ഫ്രിഡ്ജിനകത്ത് മെയിനായിട്ട് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നന്നായിട്ട് ഇതേ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല പോലെ 2-3 പ്രാവശ്യം വെള്ളം പിഴിഞ്ഞ് ഞാനത് തുടച്ചെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അകത്തും പുറത്തൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, എടുത്ത് കളയാനായിട്ടുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് അടക്കി പറക്കി വെക്കണം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ചെയ്തപ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ ഒത്തിരി സ്പേസ് ഉള്ള പോലെ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു. എപ്പോഴും കറണ്ട് ബില്ല് കൂടുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് കേട്ടോ നമ്മുടെ ഫ്രിഡ്ജ്. അപ്പോൾ രാവിലെ തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും ഒരുവിധം വേണ്ടപ്പെട്ട സാധനങ്ങൾ മുഴുവൻ ഞാൻ എടുത്ത് പുറത്ത് വയ്ക്കും. എപ്പോഴും ഫ്രിഡ്ജ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോഴാണ് കറണ്ട് ബില്ല് ഒത്തിരി കൂടുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ മക്കളുണ്ടല്ലോ ഇത് കൂട്ടിത്തരാനായിട്ട്, എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ 5 മിനിറ്റ് കൂടുമ്പോൾ വീട്ടിലുള്ളപ്പോൾ വന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്നത് കാണാം. പ്രത്യേകിച്ച് ഒന്നും അതിൽ നിന്ന് എടുക്കാനില്ലെങ്കിലും അത് തുറന്നൊന്ന് നോക്കുക എന്നുള്ളത് അവർക്കൊരു വിനോദമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടിക്കുറുമ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തുക. ഒന്ന് പേടിപ്പിച്ച് നിർത്തിയാലും വിരോധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഫ്രിഡ്ജിൻ്റെ യൂസ് കുറച്ച് കറണ്ട് ബില്ലൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് കേട്ടോ. ഒന്നിച്ച് സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് കാലത്ത് എടുത്തു വെച്ചാൽ തന്നെ പാതി നമുക്ക് ഇത് ഒഴിവാക്കാനായിട്ട് പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് നോക്കിക്കേ, നല്ല ഭംഗിയിൽ കാണാനായിട്ട്, നല്ല ഒരു കുളിച്ച് കുട്ടപ്പനാക്കിയ ഒരു ഫീലുണ്ട്. അതെൻ്റെ അനിയൻ്റെ ഫോട്ടോയാണ് കേട്ടോ. എൻ്റെ അനിയന്മാരുടെ ഫോട്ടോയൊക്കെ ചെറുപ്പത്തിലേ എൻ്റെ കയ്യിലുള്ളതാണ് കേട്ടോ. അതൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഫാമിലി ഫോട്ടോ, അച്ഛൻ്റെ അമ്മയുടെയും അമ്മമ്മയുടെയൊക്കെ ഫോട്ടോ, എൻ്റെ കയ്യിലുള്ളത് എന്തൊക്കെയാണോ അതെല്ലാം ഞാൻ ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ അവരെ ഒന്ന് കാണാൻ തോന്നുമ്പോഴത്തേക്കും ഞാൻ ഈ ഫ്രിഡ്ജിലോട്ടൊന്ന് നോക്കുകയാണ് പതിവ് കേട്ടോ. കുഞ്ഞിലേ ഉള്ള ഫോട്ടോസാണ്. ഈ ഫ്രിഡ്ജ് ഓർഗനൈസിങ് ബോക്സസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി സ്പേസ് കിട്ടുന്നുണ്ട്. മറ്റേത് ഞാൻ എൻ്റെ കയ്യിലുള്ള പാത്രങ്ങളെല്ലാം കുത്തി നിറച്ച് അതിനകത്ത് വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. അത് നല്ല യൂസ്ഫുള്ളാണ്. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. നമ്മുടെ പ്ലേ ലിസ്റ്റിലുണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജും കൂടി ക്ലീനിങ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ജോലികളൊക്കെ അവസാനിച്ചു. ഇനി എനിക്ക് മക്കളെ വിളിക്കാനായിട്ട് സ്കൂളിൽ പോകണമായിരുന്നു. കറക്റ്റ് സ്കൂൾ വിടുന്നതിന് 5 മിനിറ്റ് മുന്നേ അവിടെ എത്തിച്ചേരാൻ എനിക്ക് പറ്റി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വിശേഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.